മൊന്തയോ? മൊന്തയല്ല മൈസാൻ, മോന്ത. ഇവളുടെ മോന്ത കണ്ട മൊന്ത പോലെ ഇരിക്കുന്നേ. ഈ മോന്തയെ പെയിന്റടിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ നെഞ്ചുവേദന വന്നോ? ഞാൻ മേക്കപ്പ് ചെയ്യാൻ സമ്മതിച്ച് നെഞ്ചുവേദന പോവോ? പിന്നെ എപ്പോ പോയി ചോദിച്ചാ പോരെ? ശരി ശരി, ഇവളുടെ ഈ പേട്ട് മോന്തയ്ക്ക് ഞാൻ മേക്കപ്പ് ചെയ്യാം, പോരെ? മതി മതി മതി. മോളെ, നീ ആ ചുമയുടെ താവൾസിങ് എടുത്തു. വേണ്ട, ഈ ചുമ തനിയെ മാറിക്കോളും, അല്ലേ മേ? മാറും. പിന്നെ നമുക്ക് മഹോത്സവം, നമുക്ക് ബേക്കിംഗ് മഹോത്സവം തുടങ്ങാം. ബേട്ടാ, വാട്ട് ഈസ് ദിസ്? ഇത് എന്ത് മേക്കപ്പാടാ? കൊരങ്ങിനെ പോലെ ഉണ്ട്. കൊരങ്ങിന് പിന്നെ ഭംഗിയുണ്ട്. അതെ, ഇന്നാളൊരു കോക്കാച്ചിയെ ഇടുക്കി ഡാമിനകത്തുനിന്ന് പിടിച്ചത് പത്രത്തില് കണ്ടില്ലേ? അതുപോലുണ്ട് കോക്കാച്ചി ജ്യോതി. അതെ.
ഇവനെന്ത് പണി കാണിച്ചു വെച്ചിരിക്കുന്നത്? ദേവാ, നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? നന്നായിട്ടില്ലേ അമ്മേ? പിന്നെ സൂപ്പർ അല്ലേ? സൂപ്പർ മിസ്സസ് ഹിറ്റ്ലർ. ഇത് നാച്ചുറൽ മേക്കപ്പാ. കുരങ്ങിനൊരു വാല് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. വാലന്റൈൻസ് ഡേ ആഘോഷം തീരാൻ പോകുകയാണ്. ഇനി ഭാര്യമാർ ഹസ്ബൻഡുമാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. നിങ്ങളെ നന്നായിട്ട് സ്നേഹിച്ചവരല്ലേ, ഗിഫ്റ്റ് കൊടുത്തോളൂ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓ വൗ. ഓ അല്ല ബേട്ടി, നിന്റെ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് ഇല്ലേ നിന്റെ കയ്യില്? സമ്മാനമായാലും പണമായാലും വാങ്ങിച്ചല്ലേ ശീലം, കൊടുത്ത് ശീലമില്ലല്ലോ. ഇവളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങാതിരിക്കുന്നതാ നല്ലത്. നാളെ അതിന്റെ പേരൊരു കമ്മിറ്റ്മെന്റ് വേണ്ടല്ലോ. ബേട്ടി മോളെ, എന്താ ദേവ ഇത്? സന്തോഷിക്കാൻ വേണ്ടിയല്ലേ എല്ലാരും ഈ ഗെയിം കളിച്ചത്? അതിനെന്തിനാ എന്റെ മരുമോളെ കരയിച്ചത്? എടാ മോനെ, ഒരു പെൺകുട്ടിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നതല്ല ഒരു ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി. ഇത് ബെഡ്റൂമിന്റെ ഉള്ളിലാ സംഭവിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. ഓ, ചെന്നാളെ വിളിച്ചോണ്ട് വാ. ചെല്ല് കണ്ണാ, ചെല്ല്. വാലന്റൈൻസ് ഡേക്കുള്ള ഗിഫ്റ്റാ കൊടുക്കേണ്ടത്, അല്ലാതെ പാവ കളിക്കാനുള്ളതല്ല. എന്തായാലും ഇങ്ങനൊരു ഗിഫ്റ്റ് DKക്ക് ഇന്നുവരെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. ഹലോ, ഇത് ചിൽഡ്രൻസ് ഡേക്കുള്ള ഗിഫ്റ്റ് അല്ല.
യെസ്, ഇങ്ങനൊരു ദിവസം ഇതുപോലൊരു ഗിഫ്റ്റ് ഈ ലോകത്ത് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഞാൻ നൽകുന്നത് DKക്കല്ല. ഈ ഭൂമിയിൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് ഈ സമ്മാനം. അല്ല, നീ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ബേട്ടി, ഈ ടോയ് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. അമ്മ ഈ പാവ കണ്ടോ? കാണുമ്പോ വലിയ ഗൗരവം, മീശയൊക്കെ പിരിച്ച് നിൽക്കുന്നത് കണ്ട ഹിറ്റ്ലറിനെ പോലെയുണ്ട്. കാണാൻ പുറമേ നല്ല ചന്തമുണ്ട്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റോ? കഴിയില്ല. പക്ഷേ ഈ വീടിന്റെ ഉടമസ്ഥൻ എങ്ങനെയാണെന്ന് ഈ പാവ പറയും. ഇത് വെറും പാവയല്ല, ഇത് അമ്മയാ. ഈ വീടിന്റെ അമ്മ. അമ്മ, ഈ വീട് അമ്മയുടെ ഹൃദയത്തിനുള്ളില. പക്ഷെ DKക്ക് അമ്മ സ്വന്തം പ്രാണനില്ല. അമ്മയെ ദൈവമായി കാണുന്ന വലിയ മനസ്സാ DKയുടേത്. അമ്മ എന്ത് പറഞ്ഞാലും മറുത്തൊരു വാക്കുപോലും പറയാതെ അനുസരിക്കും. അതിനുവേണ്ടി പലപ്പോഴും കോമാളി വേഷം കെട്ടുകയും ചെയ്യും. മകനു വേണ്ടി, മകന്റെ ജീവിതത്തിനു വേണ്ടി കഴിഞ്ഞുപോയ വാലന്റൈൻസ് ഡേയുടെ പ്രേമം ഈ മാർച്ചിൽ തല്ലിപ്പഠിപ്പിക്കാൻ ശ്രമിച്ചൊരമ്മ ഇതുപോലെ ലോകത്ത് മറ്റെങ്ങും ഉണ്ടാവില്ല. അമ്മ മകൻ ബന്ധത്തിന് ഇതിനേക്കാൾ വലിയ എന്ത് പവിത്രതയുള്ളത്? അമ്മയുടെ ഹൃദയത്തിൽ ഇപ്പോഴും DK ഒരു കുഞ്ഞായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ അമ്മയെ പ്രാണനായി സ്നേഹിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. അതാരാണെന്നറിയോ? ഈ ഞാൻ. ക്ലാവ് പിടിച്ചു പോയൊരു പെൺജന്മം. എനിക്കറിയാം, ഞാൻ ഈ വീട്ടിലെ ഒരു ഗസ്റ്റാ. ഏത് നിമിഷവും ഇവിടുന്ന് പോയേണ്ടി വരുമെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്ന് ഓർമ്മിക്കുമ്പോൾ എൻ്റെ കാലുകൾ പുറത്തേക്കുള്ള വഴി മറന്നു പോവുക. എല്ലാവർക്കും എത്രയും വേഗം ഞാനിവിടുന്ന് പോകണമെന്ന് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ? എത്ര മുറിവേറ്റാലും എൻ്റെ ചിറകുകൾ എല്ലാവരും കൂടി അരിഞ്ഞു വീഴ്ത്തിയാലും എനിക്ക് മൗനമായിട്ട് സഹിക്കാനേ പറ്റൂ. മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്നവള്. പക്ഷേ ഈ മുറിവേറ്റ പക്ഷേ അമ്മ ഹൃദയത്തിലെ സ്വർണ്ണക്കൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
എത്ര സ്നേഹിക്കുന്നു അതിന്റെ 1000 ഇരട്ടി വാത്സല്യത്തോടെ അമ്മ എന്നെ കാണുന്നുണ്ട്. മരുമകളായി വന്ന എന്നെ മകളായി കാണുന്ന ഈ അമ്മയുള്ള വീട് എനിക്ക് സ്വർഗം. ഈ ബേക്കറിക്കാരിയുടെ സ്വർഗം ഈ സ്നേഹത്തിന്റെ തണല. ഇതിനുള്ളില് വേറെയും ചിലരുണ്ട്. അവരാണ് മായ, താര, ചിത്ര. ഈ വീടിന്റെ മരുമക്കള് ലക്ഷ്മിയും പാർവതിയും സരസ്വതിയും പോലെ ഈ വീടിനെ കാത്തു സൂക്ഷിക്കുന്നത് ഇവരാണ്. ഈ അമരാവതിയുടെ 3 നെടും തൂണുകളാ ഇവര്. പക്ഷേ ഇവർക്ക് 3 പേർക്കും ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ ജ്യോതിക്ക് അവരെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഓരോ തവണ അപമാനിക്കുമ്പോഴും ഇവിടെ നാട്ടി ഇറക്കുമ്പോഴും ഞാൻ ഇവരോടൊപ്പം തന്നെ ജീവിക്കുന്നത് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാ. ഈ മരുമക്കൾക്കിടയിൽ നിലനിൽക്കേണ്ടത് പരസ്പര സ്നേഹം മാത്രമാണ്. ഒരു വീട് സ്വർഗമാവാൻ സമ്പത്തൊന്നും വേണമെന്നില്ല. പരസ്പര സ്നേഹം മാത്രം മതി. ഇവിടെയും നിങ്ങളെല്ലാവരും എന്നും ഒന്നായിരിക്കണം. എനിക്കത് മതി. എത്ര മനോഹരമായിട്ട് അവള് സംസാരിച്ചത്. എന്തൊക്കെ ഉദാഹരണങ്ങൾ അവള് പറഞ്ഞത്. ഓ, അവളെല്ലാവരുടെയും കയ്യടി വാങ്ങി. ഡിക്ക് വരെ അവളിൽ ഇംപ്രസ്ഡ് ആയി. അവൾ ആ പാവയെല്ലാം നിരത്തി വെച്ച് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞ് എല്ലാവരുടെയും കയ്യടി വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ ഒരു വാക്ചാതുര്യം, എന്താ ഒരു ഭാഷ. ഇനി അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.